യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റക്കാരായി വിധിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. പാപമുള്ളവർക്കാണ് അന്യരെ കല്ലെറിയാനുള്ള ദാഹം കൂടുതലായി അനുഭവപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന ആവശ്യവുമായി ജനം യേശുവിനെ സമീപിച്ചപ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നായിരുന്നു അവൻ്റെ മറുപടി. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞ ക്ഷമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇന്നത്തെ തിരുവചനത്തിലൂടെ നൽകുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. അതിപ്രകാരം പഠിപ്പിക്കുന്നു: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മറ്റുള്ളവർക്കെതിരെ കുറ്റം വിധിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളും അനർത്ഥങ്ങളുമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ടവരാണ്. ദൈവത്താൽ അയക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന നിരവധിയായ വ്യക്തികളുണ്ട്. ചിലരെ നമുക്ക് കാണാൻ സാധിക്കും, അവർ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കാനായിട്ട് കഴിവുള്ളവർ. ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് വളരെയേറെ തീക്ഷ്ണതയോടെ അതിനുവേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. മറ്റൊരാളുടെ കുറവുകളെ കണ്ടെത്തി അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അവരെ അപഹാസ്യരാക്കുന്ന വ്യക്തികളെയും നമ്മൾ കാണാറുണ്ട്. ദൈവം ഇത്തരം വ്യക്തികളോട് കാണിക്കുന്ന മനോഭാവം എന്താണെന്നും എങ്ങനെ നമ്മൾ ആയിരിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനല്ല ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ റോമാ സഭയിൽ നടക്കുന്ന ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഒരു സന്ദേശം നൽകുന്നത്. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണെങ്കിലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു. അതായത് വിധിക്കുന്ന നിനക്ക് ന്യായീകരണമില്ല. മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ആളെ വിധിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സത്യമായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിഞ്ഞുകൂടാ. ഒരു വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്ത കാര്യത്തിനകത്ത് തെറ്റും ശരിയും വിലയിരുത്തുവാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം സത്യം അറിയുന്നത് ദൈവമാണ്. കാരണം ദൈവം മാത്രമാണ് സത്യം. ഒരുപക്ഷെ നീ ഒരാളെ വിധിക്കുമ്പോൾ, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനോ ഒക്കെ ഉണ്ടാവാം.
അതുകൊണ്ട് നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. കർത്താവ് പറയുകയാണ്, മനുഷ്യൻ നീ ആര് തന്നെയാണേലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിനക്ക് നിന്നെ തന്നെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം വിധിക്കാൻ നിനക്ക് അവകാശമില്ല. വിധി നടത്തുന്നത് ദൈവമാണ്. നമ്മൾ ഈശോ വീണ്ടും പറയുന്നുണ്ട്, വിധിയാളനായിട്ട് വരുന്നത്, അന്ത്യവിധിക്ക് വിധിയാളനായിട്ട് വരുന്നത് യേശു തന്നെയാണെന്ന്. അപ്പോൾ വിധിക്കാനുള്ള അവകാശം ദൈവത്തിനുള്ളതാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഒരുപക്ഷെ നീ വിധിക്കുന്ന വ്യക്തി ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, തെറ്റിൻ്റെ ഭാഗത്തായിരിക്കാം ആ മനുഷ്യൻ. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചിരിക്കുന്ന തെറ്റുകളും കുറവുകളും ഒക്കെ ആണെങ്കിൽ ആ കുറവിനെക്കുറിച്ച് പിന്നെ നിനക്ക് വിധിക്കാനുള്ള അവകാശമില്ല. നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കുകയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, നീ ആര് തന്നെയാണെങ്കിലും, നീ മാതാവാണെങ്കിലും പിതാവാണെങ്കിലും നിൻ്റെ മക്കളെ വിധിക്കാൻ നിനക്ക് അവകാശമില്ല. അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ അവകാശമുണ്ട്, പക്ഷേ വിധിക്കാൻ അവകാശമില്ല. നീ നശിച്ചു പോകുമെന്നോ നീ ഇല്ലാതായിത്തീരുമെന്നോ നിന്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകും, ഇങ്ങനെയൊരു വിധിക്കാനുള്ള അവകാശമില്ല. വിധി പറയേണ്ടത് ദൈവമാണ്, വിധിക്കാൻ മനുഷ്യന് അവകാശമില്ല. മനുഷ്യൻ നീ ആര് തന്നെയാണെങ്കിലും, നീ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നീ ഒരു പുരോഹിതനായിക്കോട്ടെ, സന്യസ്തനായിക്കോട്ടെ, സന്യസ്തയായിക്കോട്ടെ, നീ ഒരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ, നിൻ്റെ കീഴിലുള്ള ആളുകളെ വിധിക്കാനുള്ള അവകാശം നിനക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മൾ ഇങ്ങനെയൊരു സ്വഭാവമുള്ള വ്യക്തിയാണോ? പലപ്പോഴും പലരുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ആളുകളെ കാണാൻ സാധിക്കും. സ്വന്തം കുറവുകൾ കണ്ടെത്താൻ പറ്റാതെ മറ്റുള്ളവരുടെ കുറവുകളുടെ പിന്നാലെ നടക്കുന്നവർ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ മറ്റുള്ളവരുടെ ചിന്തകളെക്കുറിച്ച് നടക്കുന്നവർ, സ്വന്തം വീട്ടിലെ കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും കുറവുകളും കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അത് ഭരിപ്പിച്ച് കാണിക്കുകയും അവരെ താറടിച്ച് കാണിക്കുകയും അവരെ കുറച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നവർ. ഇത് പ്രിയപ്പെട്ടവരെ ശരിക്കും ഒരു ആന്തരിക മുറിവിൻ്റെ മേഖലയാണ്. കാരണം തനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മേഖലകളിൽ ഒരുപക്ഷെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട്, തന്നെ ആരും അംഗീകരിക്കുന്നില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആന്തരിക മുറിവായിരിക്കാം ഇതിന് കാരണം. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. നീ എത്ര വലിയ മനുഷ്യനാണെങ്കിലും മറ്റുള്ളവരെ നീ വിധിക്കരുത്, വിധിക്കാനുള്ള അവകാശം നിനക്കില്ല. കാരണം വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, വിധിക്കാൻ നിനക്ക് ന്യായീകരണമില്ല. കാരണം നിനക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. കാരണം നിൻ്റെ സഹോദരനെ നീ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. ഇതെങ്ങനെയാണ് നിന്നെ തന്നെ വിധിക്കുന്നത്? കാരണം നീ നിൻ്റെ കുറവുകൾ കാണാതെയാണ് മറ്റൊരാളുടെ കുറവുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്. നിൻ്റെ കുറവുകൾ ശ്രദ്ധിക്കാൻ നിനക്ക് സമയമില്ല. കാരണം കർത്താവ് പറയുന്നു, നിനക്കും അതേ കുറവുകൾ തന്നെയുണ്ട്, നിൻ്റെ ഉള്ളിലും കുറവുണ്ട്. നീ നിൻ്റെ ജീവിത പങ്കാളിയെ വിധിക്കുമ്പോൾ, നീ നിൻ്റെ മക്കളെ വിധിക്കുമ്പോൾ, നിൻ്റെ മാതാപിതാക്കളെ വിധിക്കുമ്പോൾ, നീ നിൻ്റെ അയൽവക്കംകാരനെ വിധിക്കുമ്പോൾ നിനക്കുമുണ്ട് കുറവുകൾ. നിൻ്റെ കുറവുകൾ നീ പരിഹരിക്കുക. നിൻ്റെ കുറവുകൾ പരിഹരിക്കാതെ നിനക്ക് എങ്ങനെ മറ്റൊരാളെ വിധിക്കാൻ പറ്റും? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ വിധിക്കുമ്പോൾ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. നീ മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. കാരണം നിനക്കും കുറവുകളുണ്ട്. കുറവില്ലാത്തവൻ ആണ് വിധിക്കേണ്ടത്. കുറവുകളുള്ള, ഒരുപാട് കുറവുകളുള്ള നിനക്കങ്ങനെ മറ്റുള്ളവരെ വിധിക്കാൻ പറ്റും? ഒരു പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് പറ്റും, മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് പറ്റും. അവരുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നിനക്ക് ചെയ്യാനാവുന്നത് നിനക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നിനക്ക് വിധിക്കാനുള്ള അവകാശമില്ല. വിധിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിൻ്റെ കുറവുകൾ നീ ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ വിധിക്കാനായിട്ട് നിനക്ക് അവകാശമില്ല. ആദ്യം നിൻ്റെ കുറവുകളെ പരിഹരിക്കുക. നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ അടുത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെയുമായി ഒരമ്മ കടന്നു വന്നു. ഗാന്ധിജിയോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു, ഈ കുഞ്ഞിന് ഒരുപാട് മധുരം കഴിക്കുന്ന ശീലമുണ്ട്, അതൊരു ദുശീലമായിട്ടെന്ന് മാറിയിരിക്കുകയാണ്. മധുരം എവിടെ വെച്ചാലും അവൻ എടുത്ത് കഴിക്കും, അതൊരു ദുശീലമാണ്. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്, കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് കൊണ്ടുവരിക, അപ്പോൾ ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെയും കൊണ്ട് അമ്മ തിരിച്ചുപോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഗാന്ധിജിയുടെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയുമായിട്ട് കടന്നു വന്നു. ഗാന്ധിജി പറഞ്ഞു, മോനെ, മധുരം തിന്നുന്നത് തെറ്റാണ്, അത് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ലതല്ല, ഒരുപാട് മധുരം ഉപയോഗിക്കുന്നത് നല്ലതിനല്ല എന്ന് ഗാന്ധിജി വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആരോ ചോദിച്ചു, അല്ലയോ മഹാത്മാ, അങ്ങ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞിനെയുമായി വന്നപ്പോൾ എന്തുകൊണ്ട് ഈ ഉപദേശം കൊടുത്തില്ല? ഇത്രയും ദിവസം എന്തിനാണ് ഈ ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇപ്രകാരം പറയുന്നത്,
അതായത് അന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഞാനും മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, മധുരത്തിന് പിന്നാലെ ഒരുപാട് നടന്നിരുന്ന ആളായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് ഞാൻ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രയോ മഹത്തായ ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ചൂണ്ടിക്കാണിക്കാനും ശ്രമിക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കണം. ധ്യാനങ്ങളിലും അതുപോലെ തന്നെ കൺവെൻഷനുകളിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുറവിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് പരിശ്രമിക്കുക. ചിലപ്പോഴൊക്കെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി, മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ ധ്യാനം കൂടാനും ഒക്കെ കടന്നു വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം വന്ന് നിങ്ങൾ ധ്യാനം കൂടുക, നിങ്ങൾ വചനം കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ വചനത്തിനനുസരിച്ചൊന്ന് ക്രമീകരിക്കുക. ഉണ്ടല്ലോ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സംസാരത്തിൽ വീഴ്ചകൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രവൃത്തികളിൽ വീഴ്ചകൾ, സ്നേഹപൂർണ്ണമായ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുക? ക്ഷമ, സ്നേഹം, കരുണ, നന്മ, ഇതിലൂടെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുക. അങ്ങനെ പലരും വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, മറ്റൊരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ആദ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് തിന്മകളെയും കുറവുകളെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് നിന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ പ്രവർത്തിച്ച അനേകം ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നീ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് നീ നിൻ്റെ കുറവുകളെ പരിഹരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അപ്രകാരം പ്രവർത്തിക്കുന്നവർ, എന്തുകൊണ്ടാണ് നീ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി മൂന്നാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്, ഇനി ഇങ്ങനെ സ്വന്തം കുറവുകൾ പരിഹരിക്കാതെ മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നടക്കുന്നവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് കർത്താവ് പറയുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ന്യായയുക്തമായിട്ട്, കാരണം എല്ലാം കാണുന്നവനായ ദൈവം ന്യായയുക്തമായിട്ട് വിധിക്കും. അതായത് നീ നിൻ്റെ ഉള്ളിലെ കുറവുകൾ വെച്ചോണ്ട്, നിൻ്റെ ഉറവിലെ കുറവുകൾ പരിഹരിക്കാതെ നിൻ്റെ വീട്ടിലും നിൻ്റെ കൂടെ വസിക്കുന്ന വ്യക്തിയുടെ കുറവുകൾ പരിഹരിക്കുവാനും അതിനുവേണ്ടി കുറ്റം പറയാനും അതിനുവേണ്ടി മറ്റുള്ളവരോട് പറയാനും ഒക്കെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് മനസ്സിലാക്കാൻ. ദൈവം ന്യായമായിട്ട് വിധിക്കുന്നവനാണ്, സത്യം അറിഞ്ഞു വിധിക്കുന്നവനാണ്, തെറ്റും ശരിയും എന്താണെന്ന് തീരുമാനിക്കുന്നവനാണ്. അതുകൊണ്ട് നിൻ്റെ ഉള്ളിലെ കുറവ് പരിഹരിക്കാൻ, മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുന്നതിന് മുമ്പ് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായയുക്തമായ വിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം ഇപ്രകാരം പറയുന്നു, ഇപ്രകാരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതായത് നീ തെറ്റിൻ്റെ വഴികളിലൂടെ നടക്കുകയും മറ്റൊരാളെ തെറ്റിൻ്റെ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വിധിയെ നീ മറക്കുന്നുവോ? പലപ്പോഴും കാണാറുണ്ട്, മാതാപിതാക്കൾ മക്കൾ നന്നായിട്ട് വളരണമെന്നും നല്ല വഴിയിലൂടെ നടക്കണമെന്നും ഒക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല. മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പറ്റുന്നില്ല. മാതാപിതാക്കൾ അവരുടേതായ വഴികളിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ഇഷ്ടം, അപ്പൻ പറയുന്നു എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കും, അമ്മ പറയുന്നു എനിക്കും എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ തെറ്റിൻ്റെ വഴികളിലൂടെ നടന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് എല്ലാം കൃത്യമായിട്ട് ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം ദൈവത്തിന് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അധ്യാപകർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് വേണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ. മാതാപിതാക്കൾ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് വേണം പഠിപ്പിക്കുവാൻ. കാരണം പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്ങനെ ഇതിന് സാധിക്കും? അതായത് അവ തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പലരും ഉള്ളിൽ നമുക്കറിയാം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്കറിയാം നമ്മുടെ പാപങ്ങൾ, കുറവുകൾ, ഈ പാപങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലരും മറ്റുള്ളവരെ തിരുത്താൻ പോകുന്നത്, മറ്റുള്ളവരെ ശാസിക്കാൻ പോകുന്നത്. നീ ആദ്യം നിൻ്റെ പാപത്തിൻ്റെ വഴികളിൽ നിന്നും, നീ ചെയ്യുന്ന തെറ്റുകളുടെ വഴിയിൽ നിന്നും പിന്മാറുക, എന്നിട്ട് നീ വിധിക്കുക. ഇനിയും കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വിധി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതായത് സ്വയം തെറ്റുകൾ തിരുത്താതെ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തുകയും സ്വയമായി പാപത്തിൽ തുടരുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്.
അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അതായത് നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ കരുണയെ പരീക്ഷിക്കുക, ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കുകയാണ്. കാരണം കുറേ നാളുകളായില്ലേ നീ തിരുത്താതെ നീ മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കുന്നത്, നീ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അത് കർത്താവിൻ്റെ കരുണയും ക്ഷമയും സ്നേഹത്തെയും ദയയും ഒക്കെ നീ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പല കുമ്പസാരത്തിലും ഏറ്റുപറഞ്ഞ് പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചിട്ട് വീണ്ടും അതേ പാപത്തിൽ തുടരുന്ന വ്യക്തികളോടുമാണ് പറയുന്നത്, പല പ്രാവശ്യം ക്ഷമിച്ചു, ദൈവം വീണ്ടും വീണ്ടും ക്ഷമിക്കും എന്നോർത്ത് പാപം ചെയ്യരുത് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ക്ഷമിക്കുമെന്നോർത്ത് പാപം ചെയ്യരുത്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, തെറ്റായ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, സംസാര രീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ചെയ്ത് തുടരുന്നത് അത് നമ്മുടെ ജീവിതത്തിന് ഹിതകരമാവില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, കർത്താവിൻ്റെ കരുണയെ പരീക്ഷിക്കരുത്. കർത്താവ് കരുണാമയനാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അനുതാപത്തിലേക്ക് നയിക്കുക. അതായത് ചെയ്ത തെറ്റിൽ തുടർന്നുകൊണ്ട് വീണ്ടും വീണ്ടും കർത്താവിൻ്റെ കരുണയെ പരീക്ഷിക്കരുത്. കർത്താവിൻ്റെ അനുതാപത്തിലേക്ക് നിന്നെ നയിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. അതിനാണ് കർത്താവ് നിന്നോട് കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകാനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ തീരുമാനമെടുക്കാം. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, എന്നിട്ട് നമ്മൾ പാപത്തിൽ തുടരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. പകരം നീ നിൻ്റെ തന്നെ ശിക്ഷാവിധി സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. നീ തെറ്റിൽ തുടരുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ട കാര്യം, ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും, എൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നു, എന്ത് കണ്ടാലും അതിനകത്ത് നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്ന, മോശമായത് മാത്രം കാണുന്ന, ഒരു കാര്യത്തിൽ പോലും നല്ലത് കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, നന്മ കാണാൻ പറ്റാത്തത്. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം തന്നെ അത് കുറ്റം, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുന്ന സ്വഭാവമുള്ളവരുണ്ട്. ഇന്ന് അത്തരക്കാരുടെ എണ്ണം പെരുകി വരിക. ഒരു കുടുംബജീവിതത്തെ തകർക്കാനും, അല്ലെങ്കിൽ ഒരു ജീവിതത്തെ, സന്യസ്ത ജീവിതത്തെ തകർക്കാനും, അത് പൗരോഹിത്യ ജീവിതത്തെ തകർക്കാനും, മറ്റുള്ളവരുടെ ജീവിതാന്തസ്സുകളെ തകർക്കാനും ഒക്കെ ഇത്തരക്കാർ കാരണമാകുന്നുണ്ട്. വെറുതെ കുറ്റാരോപണങ്ങളും കുറ്റങ്ങളും നടത്തുക, ഗോസിപ്പുകൾ പറഞ്ഞു നടക്കുന്നവർ, ഇത്തരക്കാർക്കെതിരെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടത്. പ്രിയപ്പെട്ടവരെ, അത്തരക്കാർ ഓരോരുത്തരുടെയും സ്വന്തം ജീവിതത്തെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കരുണയെ പരീക്ഷിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെ പരീക്ഷിച്ച്, അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നീ നിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒന്ന് കണ്ടുപിടിക്കുക. എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ മറ്റുള്ളവരുടെ കുറവുകളും നിൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളെയും മാതാപിതാക്കളെയും അയൽവക്കക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അതുകൊണ്ട് നിനക്കൊരു നേട്ടം ഉണ്ടാകുന്നില്ല. പകരം നീ നിൻ്റെ കുറവുകൾ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കണ്ടുപിടിക്കുക. എനിക്ക് ഇന്ന കുറവുകളുണ്ട്, അതൊന്ന് പരിഹരിക്കണം. അതിനായി നീ മറ്റുള്ളവരെ സമീപിക്കുക, അതിനായി നീ എളിമപ്പെട്, അതിനായി നീ കർത്താവിന് മുമ്പിൽ മുട്ടുകുത്ത്, നീ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ സഹായിക്കും. നിന്നിലൂടെ, നിൻ്റെ മാതൃകയിലൂടെ അനേകരെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നയിക്കും. അങ്ങനെ ഈ കുറ്റം പറയുന്ന ശീലത്തെയും ഗോസിപ്പ്, മറ്റുള്ളവരെ കുറിച്ച് കഥകളുണ്ടാക്കുന്ന ശീലത്തെയും നമുക്ക് അവസാനിപ്പിക്കാം. സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അതിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശിഹാൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമീപസ്ഥനായ ദൈവത്തെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുന്നത്. ലോകത്തെല്ലാ അൾത്താരകളിലും ബലിപീഠങ്ങളിലും നമുക്ക് വേണ്ടി ബലിയായി മാറുന്ന ഈശോ, ഓരോ സക്രാരികളിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം ഇതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആരാണോ നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ചത്, അതേ ദൈവം ഇതാ മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം, ഈശോ നമ്മുടെ കൂടെയുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ
ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുണ്ട് എന്ന് വിശ്വസിക്കുക. അവിടുത്തെ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനത്തോടൊപ്പം അവിടുന്നുണ്ട്, ഈശോ കൂടെയുണ്ട്. ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിലൂടെ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളും കുറവുകളും കാണാതെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുവാനും അതിനെ ന്യായീകരിക്കുവാനും നമ്മളെ ന്യായീകരിക്കുവാനും മറ്റുള്ളവർക്ക് അവരെ കുറ്റപ്പെടുത്തുവാനും ഒക്കെ നമ്മൾ മുതിരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ നാവിനെ നമ്മൾ അശുദ്ധമാക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ കഴിവുണ്ടാവാം. പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നു, നീ നിൻ്റെ കുറവുകളും നിൻ്റെ ബലഹീനതകളും കണ്ടെത്തുക, അത് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, നമുക്ക് നല്ല തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുവാനുള്ള ആ ഒരു വലിയ കുറവ് നമുക്കുണ്ടെങ്കിൽ അതൊരു കഴിവായിട്ട് കാണരുത്, അതൊരു കുറവായിട്ട് കാണുക. ആ കുറവിനെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു വലിയ കഴിവാണ്. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്താനുള്ള കഴിവ്, നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള കഴിവ്. ഒരു നിമിഷം കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് കടന്നു ചെല്ലാതെ മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ പ്രഘോഷിക്കുവാനും അവരുടെ കുറവുകളെ മറക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവെ, എൻ്റെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ, എൻ്റെ കുറവുകളിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ, അത് അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എളിമയോടെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം തൻ്റെ വചനത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്നത്. നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ ഉതകുന്ന വചനമാണ് നമ്മൾ കേട്ടത്. എളിമയോടെ പ്രാർത്ഥിക്കുക. എളിമയുള്ളവർക്ക് കർത്താവ് കൃപ കൊടുക്കും. എളിമയോടെ കർത്താവിന് മുമ്പിലായിരിക്കാം. ഈശോയെ, ഈ മക്കളെല്ലാം നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവെ, തടസ്സപ്പെട്ട് കിടക്കുന്ന വഴികൾ തുറക്കണമേ. തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത മേഖലകൾ കർത്താവെ തുറന്നു കൊടുക്കണമേ. അഴിക്കുവാനും കെട്ടുവാനും അധികാരം നൽകിയ കർത്താവെ, ഈ മക്കളുടെ മേൽ അങ്ങ് വലിയ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി ഏത് വഴിയാണ് തുറക്കാനുള്ളത് എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന മക്കൾക്ക് അങ്ങയുടെ വഴി, ഏക വഴി, യേശുവാകുന്ന വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാം വചനം കേട്ട് ആരാധനയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം ഒഴുകണമേ. സാമ്പത്തിക വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. കൃഷി മേഖലയെ അനുഗ്രഹിക്കണമേ. ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. ജോലി അനുഗ്രഹിക്കണമേ. ഈ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്ക് വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. വലിയ കൃപകൾ അനേകം മക്കളിലേക്ക് കർത്താവ് ഒഴുകുകയാണ്. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ തടസ്സങ്ങൾ മാറിപ്പോകുന്നുണ്ട്. രോഗങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് കൊണ്ടു നടന്ന ഒരുപാട് വേദനകളും ദുഃഖങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്, സ്ഥിരമായിട്ട് എടുത്തു മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ എല്ലാ ഭവനങ്ങളിലും. ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലും മുറികളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായിട്ട് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവസാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. കർത്താവ് നൽകുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കടന്നു വരുന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ വന്ന് നിൽക്കണമേ.
ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അങ്ങ് ഉത്തരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യ